കോടാലിയിൽ പാമ്പുകടിയേറ്റു മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ കണ്ടത്. നാട്ടുകാർ ഇതിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു. വനത്തോട് ചേർന്ന ഒറ്റനില വീട്ടിലാണ് പാമ്പ് കയറിയതും കുട്ടിയെ കടിച്ചതും. കഴിഞ്ഞ ദിവസമാണ് കോടാലി സ്വദേശി ഫിൽജോയുടെ മകൻ ആൽജോ പാമ്പുകടിയേറ്റ് മരിച്ചത്. ആൽജോ മരിച്ചത് ശംഖുവരയന്റെ കടിയേറ്റെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജിനെ അപ്പോളോ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് റിപ്പോർട്ട് തള്ളി ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഭക്ഷ്യവിഷബാധയാണ് കുട്ടിക്കേറ്റത് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. അതേസമയം 8 വയസ്സുകാരന്റെ സംസ്കാരം തിങ്കളാഴ്ച നടന്നു. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൽജോയുടെ മൂത്ത സഹോദരൻ കണ്ണു തുറക്കുകയും ചെയ്തു. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുമുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അബോധാവസ്ഥയിൽ സഹോദരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. രാത്രി ചൂട് കൂടിയത് കാരണം വീടിന്റെ ഹാളിലാണ് കിടന്നുറങ്ങിയത്. പിന്നീട് അമ്മയും 2 മക്കളും അടുത്ത മുറിയിലെ കട്ടിലേക്ക് മാറിക്കിടന്നു. രാത്രി 2 മണിയോടെ കുട്ടികൾക്ക് വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയായിരുന്നു. വൈകിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം കുട്ടികൾ ജ്യൂസ് കഴിച്ചിരുന്നു. അതിനാലാകാം വയറുവേദനയെന്ന് കരുതി ജീരകവെള്ളം തിളപ്പിച്ചു നൽകി. പിന്നീട് പുലർച്ചെ 5:30 2 കുട്ടികളെയും വായിൽ നിന്ന് നുരയും പതയും വരുന്നതാണ് കണ്ടത്. ഇതോടെ പിതാവ് ഷിൽജോ ഇരുവരെയും ബൈക്കിലിരുത്തി 1 കിലോമീറ്റർ അകലെയുള്ള കോടാലി ജംഗ്ഷനിൽ എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തും മുമ്പേ അൽജോ മരിച്ചിരുന്നു. ഭക്ഷ്യവിഷബാധയല്ലെന്ന് ഡോക്ടർ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പാമ്പുകടി ഏറ്റെന്ന് തിരിച്ചറിഞ്ഞത്. വീട്ടിലെത്തിയ വിശദമായ പരിശോധന നടത്തിയപ്പോൾ കുട്ടികൾ കിടന്നുറങ്ങിയ മുറിയിൽ നിന്നും ഹോളിന്റെ പരിസരത്തേക്ക് പാമ്പ് ഇഴഞ്ഞു വരുന്നതാണ് കണ്ടത്. മുറ്റത്ത് കിടപ്പുമറിയോട് ചേർന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ പാമ്പിനെ കണ്ടത്. ഇത് ടൈലുകൾക്കിടയിലേക്ക് പോയെങ്കിലും മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് വന്നു. അതിനിടെ നാടിനെ കണ്ണീരണിയിച്ച അന്ത്യയാത്രക്കിടയിൽ ചികിത്സയിൽ കഴിയുന്ന സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന വാർത്ത ആശ്വാസമായി. രാവിലെ അൽജോയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ജന്മനാട്ടിലെത്തിയപ്പോൾ നാടാകെ അൽജോയുടെ സ്മരണയിൽ തേങ്ങി. ഇളയ മകന്റെ ചേതനയേറ്റ ശരീരം കണ്ട അച്ഛൻ സിൽജോയും അമ്മ ജോൺസിയും സങ്കടമടക്കാനാവാതെ വാവിട്ട് കരഞ്ഞു. പ്രിയ സ്നേഹിതനെ ഒരു നോക്കു കാണാൻ നിറകണ്ണുകളോടെ കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാന അധ്യാപിക PM ലാഷ്യയുടെ നേതൃത്വത്തിൽ എത്തിയിരുന്നു. അതിനിടെ കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് നാട്ടുകാർ തീയിട്ടു. പാമ്പിനെ തുരത്താനാണ് തീയിട്ടത്. പാമ്പുകടിയേറ്റ് മരിച്ച അൽജോയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പരിസരത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തീയിട്ടത്. ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. വനത്തോട് ചേർന്ന ഒറ്റനില വീട്ടിൽ വെച്ചാണ് കുട്ടിക്ക് പാമ്പുകടിയേറ്റത്. വീടിന് ചുറ്റും വള്ളിച്ചെടികൾ ഉള്ളതും എയർഹോളുകൾ തുറന്നു കിടക്കുന്നതും പാമ്പ് കയറാൻ കാരണമായിട്ടുണ്ടാകാമെന്നാണ് അവരുടെ നിഗമനം. തൊട്ടടുത്ത് തന്നെ റബ്ബർ തോട്ടവും അതിനപ്പുറം വനമേഖലയുമായതിനാൽ ഈ ഭാഗത്ത് പാമ്പുകൾ വരുന്നത് വിരളമല്ല. ചൂട് കൂടിയതിനാൽ ഇവ തണുപ്പുള്ള സ്ഥലം നോക്കി ഇറങ്ങുന്നത് ഇപ്പോൾ സാധാരണവുമാണ്. സിറിഞ്ചിന്റെ സൂചിയേക്കാൾ നേർത്ത പല്ലാണ് വെള്ളിക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പിനെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് കടിച്ച പാട് വളരെ നേർത്തതായിരിക്കും. ചെറിയ പാമ്പാണെങ്കിലും വിഷത്തിന്റെ വീര്യത്തിൽ കുറവുണ്ടാകില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയ്ക്കിടയിലും രണ്ടാമനെ തിരിച്ചു കിട്ടാനായ ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തിനിടെ 19 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചത്. വനം വകുപ്പിന്റെ കീഴിലുള്ള സർപ്പയുടെ 2021 മുതലുള്ള കണക്ക് പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയ 74,000-ലധികം പാമ്പുകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ ഈർപ്പം തേടി വീടുകൾക്കുള്ളിലും പരിസരത്തും പാമ്പുകൾ എത്തുന്നതിനാൽ ജാഗ്രത വേണമെന്ന് വന്യജീവി സംരക്ഷകർ മുന്നറിയിപ്പ് നൽകി. ശീതരക്തജീവികളായ പാമ്പുകൾ ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലെത്തും. വീട്ടുവളപ്പിലെ ചെടിച്ചട്ടികൾ, ടോയ്ലറ്റുകൾ, തറയോടുകൾക്കിടയിലെ വിള്ളലുകൾ, നനവുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താവളമാക്കും. വേനൽക്കാലത്താണ് മൂർഖന്റെ മുട്ട വിരിയുന്നത്. അണലിയുടെ പ്രസവ സമയവും ഇപ്പോഴാണ്. പാമ്പിൻ കുഞ്ഞുങ്ങൾ ഈർപ്പമുള്ള സ്ഥലങ്ങൾ തേടിയെത്തും. 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 392 പേരാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. പാമ്പിന്റെ കടിയേറ്റാലുടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ബെഡ്ഷീറ്റും തലയിണയും നന്നായി കുടയണം. കട്ടിലിനടിയിലും മുറികളിലെ മൂലകളും പരിശോധിക്കണം. ജനാലകളിലേക്കും ചുമരുകളിലേക്കും ചെടികൾ പടർന്നു കയറാൻ അനുവദിക്കരുത്. വൈകിട്ടോടെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുന്നതിന് മുൻപ് നന്നായി കുടയണം. കുട്ടികൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ചെരുപ്പോ ഷൂവോ ധരിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.